വിറ്റ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തീരുമാനം കർണാടക സർക്കാരിന് വിട്ട ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം. ഭൂമി കുംഭകോണ കേസ് കർണാടക മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഗവർണറുടെ അനുമതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. നടി രഞ്ജനയുടെ ഹർജി കോടതി പരിഗണിച്ച ശേഷം തീരുമാനമെടുക്കും. വയനാട്ടിൽ 1200 കോടിയുടെ നഷ്ടമുണ്ടെന്ന പ്രാഥമിക കണക്കെന്ന് സർക്കാർ. ശാസ്ത്രീയ റിപ്പോർട്ടുകൾ ലഭിച്ചോ എന്ന് ഹൈക്കോടതി. വിനേഷ് ഫോഗട്ടിന് ഡൽഹിയിൽ ഊഷ്മള വരവേൽപ്പ്. മിങ്ങിപ്പൊട്ടി താരം. വാർത്തകൾ വിശദമായി. ബംഗളൂരു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരണമോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് കർണാടക സർക്കാരിന് വിട്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം. രാവിലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഡ്രഡ്ജർ എത്തിക്കാതെ ഇനി ദൗത്യം തുടരാനാവില്ല. ഡ്രഡ്ജറിന്റെ ചെലവ് എങ്ങനെ വഹിക്കും എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കി കർണാടക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ തീരുമാനിച്ചത്. 1 കോടി രൂപയ്ക്കടുത്താണ് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ചെലവായി കണക്കാക്കുന്നത്. ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ഇന്നലെ താൽക്കാലികമായി നിർത്തിയിരുന്നു. പുഴയിലെ മണ്ണും മരക്കഷ്ണങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാതെ ലോറി കണ്ടെത്താനാകില്ലെന്നാണ് ഈശ്വർ മൽപെ ഉൾപ്പെടെ അറിയിച്ചത്. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കുന്നതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. 22-ന് തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുമെന്ന ഉറപ്പ് കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. 21-ന് വൈകിട്ടോടെ ഷിരൂരിൽ എത്താമെന്ന് മഞ്ചേശ്വരം MLA അഷ്റഫ് പറഞ്ഞു. ഡ്രഡ്ജർ എത്താൻ ഇനി 5 ദിവസം എടുക്കുമെന്നാണ് ഇന്നലെ കാർവാർ MLA സതീഷ് സെയിൽ വ്യക്തമാക്കിയത്. വൃഷ്ടി പ്രദേശത്തിലെ മഴ കാരണം ഗംഗാവലി പുഴയിൽ ഒഴുക്ക് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ പുഴയിലെ വെള്ളം കലങ്ങിയ നിലയിലുമായി. ഇതോടെ പുഴയ്ക്കടിയിൽ കാഴ്ചയില്ലാത്തതിനാൽ മുങ്ങിയുള്ള തെരച്ചിൽ ബുദ്ധിമുട്ടാണെന്ന് ഈശ്വർ മൽപയും വ്യക്തമാക്കിയിരുന്നു. ഷിരൂരിൽ ഇന്നലെ രാത്രിയും കനത്ത മഴ പെയ്തു. ജൂലൈ മാസം 16-ാം തീയതിയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചതിനെ തുടർന്ന് അർജുൻ സഞ്ചരിച്ച ലോറിയും കാണാതായത്. മൈസൂർ ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഗവർണറുടെ അനുമതി. മൈസൂർ വികസന അതോറിറ്റിയായ മൂട വഴി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് അനധികൃതമായി ഭൂമി നൽകിയെന്ന കേസിലാണ് സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യുവാൻ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചു. അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് നേരത്തെ സിദ്ധരാമയ്യ പ്രതികരിച്ചത്. അഴിമതി ആരോപണങ്ങൾക്ക് 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ ഓഫീസ് 1 മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട് മന്ത്രിസഭാ പ്രമേയവും പാസാക്കിയിരുന്നു. സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിൽ മൈസൂർ ഔട്ടർ റിംഗ് റോഡിലുള്ള കേസരയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഈ പദ്ധതി പ്രകാരം ലേഔട്ട് വികസിപ്പിക്കാൻ മൈസൂരു നഗര വികസന അതോറിറ്റിക്ക് നൽകിയിരുന്നു. പകരം നൽകിയ ഭൂമി അവർ അർഹിക്കുന്നതിനേക്കാൾ അധികം മൂല്യമുള്ളതാണെന്നും ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേടുണ്ടെന്നുമാണ് ആരോപണം. ഇതുവഴി മൈസൂരു നഗര വികസന അതോറിറ്റിക്കും കർണാടക സർക്കാരിനും 4000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അനാരോഗ്യം കാരണം പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ച് നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്തിൽ അങ്കമാലി പീച്ചാനിക്കാട് ചിറക്കൽ വീട്ടിൽ CO വർഗീസിന്റെ പരാതി പരിഹരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അദാലത്തിൽ പരിഗണിച്ച ആദ്യ പരാതിയായിരുന്നു ഇത്. ബാങ്ക് വഴി നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്ന രീതിയിലേക്ക് ആക്കണമെന്ന് കാണിച്ച് 67 വയസ്സുകാരനായ വർഗീസ് അങ്കമാലി നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിക്ക് പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് തദ്ദേശ അദാലത്തിലേക്ക് എത്തിച്ചത്. അദാലത്തിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചറിഞ്ഞതിനെ തുടർന്ന് അക്ഷയ വഴിയാണ് പരാതി സമർപ്പിച്ചത്. വാർദ്ധക്യ സഹജമായ അവശതകളും കേൾവിശക്തിക്ക് കുറവും നേരിടുന്ന വർഗീസിന് പെൻഷൻ തുക ബാങ്കിലെത്തി കൈപ്പറ്റുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. പെൻഷൻ തുക, ഭാര്യ തയ്യൽ ജോലി ചെയ്ത് കിട്ടുന്ന തുക എന്നിവയാണ് കുടുംബത്തിന്റെ വരുമാനം. പരാതി പരിഹരിച്ചുകൊണ്ട് മന്ത്രി MB രാജേഷ് നേരിട്ട് ഉത്തരവ് കൈമാറി. പെൻഷൻ തുക ഇനി വീട്ടിലെത്തുന്നത് ഏറെ ആശ്വാസമാണെന്നും അദാലത്തിൽ പരാതിക്ക് പരിഹാരമായതിൽ സന്തോഷമുണ്ടെന്നും വർഗീസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്തതിനു ശേഷം നിർമ്മാണം ഉപേക്ഷിച്ചാൽ ഈടാക്കിയ അധിക FAR ഫീസ് തിരിച്ചു നൽകുന്ന നിലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും MB രാജേഷ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ചട്ടം 16 ഭേദഗതി ചെയ്യുക. നിശ്ചയിച്ച ഫ്ലോർ ഏരിയ റേഷ്യോ പാലിക്കാൻ കഴിയാത്ത കെട്ടിടങ്ങൾക്കാണ് പ്രത്യേക ഫീസ് അടച്ച് ഇളവ് നൽകുന്നത്. ഫീസ് അടയ്ക്കുകയും പിന്നീട് കെട്ടിട നിർമ്മാണം നടക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പരാതിയുമായി കോതമംഗലം സ്വദേശി വർക്കി എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ എത്തുകയായിരുന്നു. 6 ലക്ഷം രൂപ അധിക FAR ഫീസാണ്
തിരിച്ചു നൽകുവാൻ മന്ത്രി ഉത്തരവിട്ടത്. വിവിധ സാങ്കേതിക കാരണങ്ങളാൽ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വിഷയത്തിലാണ് തദ്ദേശ അദാലത്ത് തീർപ്പുണ്ടാക്കിയത്. ഇത് സംബന്ധിച്ച പൊതു തീരുമാനം സ്വീകരിക്കുമെന്നും ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും മന്ത്രി അദാലത്തിൽ പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. നടി രഞ്ജിനി ഹർജിയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച കോടതിയിൽ കേസ് പരിഗണിച്ചതിനു ശേഷം തുടർ തീരുമാനമെടുക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്കാണ് ഈ അറിയിപ്പ് ലഭിച്ചത്. വിവരാവകാശ കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം വ്യക്തികളുടെ അവരെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടാം. അതിന് ഏത് ഗവൺമെൻറ് എതിർത്തു? ആരും എതിർത്തിട്ടില്ല. അത് പുറത്ത് വിടുന്നതിനെ പൂർണ്ണമായി ഗവൺമെൻറ് യോജിച്ചു എന്ന നിലപാടാണ് നേരത്തെ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത്. ഹൈക്കോടതി എന്താ പറഞ്ഞത്? അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. അതായത് ഒരാഴ്ചക്കകം ഈ പറയുന്ന റിപ്പോർട്ട് അതിൻ്റെ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷം പുറത്തുവിടാം. പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെൻറ്റിനകത്ത് യാതൊരു റോളുമില്ല. അപ്പോൾ SPIO പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോൾ അവരത് പുറത്തുവിടും. അവർ വിടണം. കാരണം അതിൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ വിടേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തിപരമായി കഴിയുമോ? ഗവൺമെൻറ് കഴിയുമോ? അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് വിപ്ലവം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ കാര്യം ചെയ്യുന്നത് അവരാ പറയുന്നത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു. നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത്, ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഇന്നലെ ഒരു സിനിമാ നടി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിൽ ചില ആശങ്കകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഇതിൽ ഇടക്കാല ഉത്തരവൊന്നും ഹൈക്കോടതി വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടക്കാല ഉത്തരവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു തടസ്സവും ഇല്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞു? അത് കോടതി പറയുന്ന സമയം എന്നാണോ എനിക്കറിയില്ല. കോടതി പറഞ്ഞ ഒരാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ? ആ സമയത്തിന് മുമ്പ് അത് പുറത്തുവിടണമെന്നുള്ള സ്റ്റാൻഡാണല്ലോ ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. അത് പുറത്തുവിടേണ്ട SPIO അത് പുറത്തുവിടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിന് സമാധാനം ഞങ്ങളോടല്ലല്ലോ അവർ പറയേണ്ടത്, അതിന് സമാധാനം ഹൈക്കോടതിയിലല്ലേ അവർ പറയേണ്ടത്. സ്വാഭാവികമായിട്ട് ആ നടപടിക്രമങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അവർ ചെയ്യും. പിന്നെ ഒരു കോടതി വിധി വരുമ്പോൾ അതിൻ്റെ നിയമവശങ്ങളും കോടതിയുടെ നിയമപരമായ വിധിയെല്ലാം പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം, അതിന് പാളിച്ചയില്ല ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥനുണ്ട്. അവരത് കൃത്യമായിട്ട് തന്നെ അത് ചെയ്യും. അപ്പോൾ ആ സമയം എന്നാണെന്ന് എനിക്കറിയില്ല. എന്നാ അതിൻ്റെ ലാസ്റ്റ് സമയം? ഇന്ന് പുറത്തുവിടുന്നത് കോടതി പറഞ്ഞിട്ടില്ല. ഇന്ന് കത്ത് കാണിക്കുക. ഏത് സാംസ്കാരിക വകുപ്പ്? അല്ല, അത് അവരുടെ സാംസ്കാരിക വകുപ്പല്ല. എൻ്റെ പ്രിയ സുഹൃത്ത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ. നിങ്ങളെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചോദിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പറയരുത്. സാംസ്കാരിക വകുപ്പ് അങ്ങനെ ഒരു കത്തയച്ചോ? കാണിക്കും. അതെ, അതാണ് SPIO, സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ. ഇന്ന് 11 മണിക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അറിയിച്ചു കാണാം. എനിക്കറിയില്ല. അത് അവർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ പറയേണ്ടത്, അയച്ചവരും പറയേണ്ട കാര്യമാണ്. കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടി നിയമപരമായിട്ട് നീങ്ങാൻ പറ്റൂ. സാംസ്കാരിക വകുപ്പ് അയച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് പാടില്ല. അതും ഇതിനകത്ത് പാടില്ല. ഈ കേരളത്തിൽ എല്ലാവരും നിയമിക്കുന്നത് PSCയാണ്. സർക്കാരിൻ്റെ പോസ്റ്റ് സർക്കാർ നിയമിക്കുന്ന പോസ്റ്റുണ്ട്. സർക്കാർ നിയമിക്കുന്നതെല്ലാം PSC വരെ വരുന്ന ആളുകളെ നിയമിക്കും. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരോട് പറയാൻ പറ്റും. നിയമപരമായ കാര്യം പറ. സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ ഓതറൈസ് ചെയ്തിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ, ഹൈക്കോടതി. മന്ത്രിയല്ല ഓതറൈസ് ചെയ്തത്, മന്ത്രിയുടെ വകുപ്പിനെയല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളെയല്ല. വിവരാവകാശ കമ്മീഷനും അതായത് ഈ നിയമപരമായ 2 ഭാഗങ്ങളും ഹൈക്കോടതിയും ഓതറൈസ് ചെയ്തിരിക്കുന്നത് SPIOയാണ്. ആ SPIO ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യും. ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യാം.
വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറുമെന്നാണ് നേരത്തെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത്. അതിനിടെയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് മൊഴി കൊടുത്തവർക്ക് പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത്. തിങ്കളാഴ്ച കേസ് ഹൈക്കോടതി പരിഗണിക്കും. കോടതിയെ സമീപിച്ചതായി നടി രഞ്ജിനി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന തീരുമാനത്തിൽ സാംസ്കാരിക വകുപ്പ് എത്തിയത്. നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയ കോടതി ഉത്തരവ് അനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ 19-ാം തീയതി വരെ സർക്കാരിന് സമയമുണ്ട്. അതിനാൽ അല്പം കൂടി കാത്തിരിക്കാമല്ലോ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി 233 പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും ഇതനുസരിച്ച് ഒഴിവാക്കും. അനുബന്ധവും പുറത്തുവിടില്ല. 2017 ജൂലൈ 1-നാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ നിയമിച്ചത്. 2.5 വർഷത്തിനു ശേഷം 2019 ഡിസംബർ 31-നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കോങ്കോയിൽ എംപോക്സ് അതിതീവ്രമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ലോകാരോഗ്യ സംഘടന. ആഫ്രിക്കയിലെ എംപോക്സ് വ്യാപനം വലിയ ഭീഷണിയായതോടെയാണ് ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെദ്രോസ് അദാനോം ഗീബ്രൈസസ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങിയ എംപോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യമുള്ളതിനാലാണ് ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ഇതുവരെ 15,000-ഓളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 461 മരണവും റിപ്പോർട്ട് ചെയ്തതായാണ് കണക്ക്. കോങ്കോയിലാണ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത്. ഇവിടെ 2023 ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് രോഗബാധിതരെന്നാണ് കണക്ക്. കോങ്കോയുടെ അയൽ രാജ്യങ്ങളായ കെനിയ, ഉഗാണ്ട, റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എംപോക്സ് വ്യാപനം അതിതീവ്രമായതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ. മുമ്പ് H1N1, പന്നിപ്പനി, സിഗ വൈറസ്, എബോള, കോവിഡ് എന്നിവ വ്യാപിച്ചപ്പോഴും ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2009 മുതൽ ഇതുവരെ 7 തവണയാണ് ലോകാരോഗ്യ സംഘടന ഇത്തരത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എംപോക്സിന്റെ കാര്യത്തിൽ ഇത് 2-ാം തവണയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ വർഷവും എംപോക്സ് ഭീതിയുടെ സാഹചര്യത്തിൽ WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ പാകിസ്ഥാനിൽ 3 പേർക്ക് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. അടുത്ത നാളിൽ UAE-യിൽ നിന്ന് എത്തിയവർക്കാണ് രോഗം പിടിപെട്ടത്. ഇതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. സ്വീഡനിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ യൂറോപ്പിലും അതിജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദേശങ്ങളിൽ നിന്ന് എത്തുന്നവരെയും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ചൈന തീരുമാനിച്ചു. മങ്കി പോക്സ് എന്നതിന്റെ മറ്റൊരു പേരാണ് എംപോക്സ്. 1980-ൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. വസൂരിക്ക് സമാനമായ ശാരീരിക അവസ്ഥ രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പനി, തീവ്രമായ തലവേദന, നടുവേദന, പേശീവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്ന് 13 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടും. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. കുട്ടികൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ രോഗം പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുമുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിനു പിന്നിൽ നിരവധി പേരുണ്ടാകുമെന്നാണ് സംശയിക്കുന്നതെന്ന് ഡോക്ടറുടെ മാതാപിതാക്കൾ. കേസ് അന്വേഷിക്കുന്ന CBI സംഘത്തോടാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർമാർ അടക്കമുള്ളവരുടെ പേരുകൾ അവർ അന്വേഷണ സംഘത്തിന് കൈമാറിയതായി CBI വൃത്തങ്ങൾ ഉദ്ധരിച്ച് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് സംഭവവുമായി ബന്ധമുണ്ടാകാമെന്നാണ് മാതാപിതാക്കൾ സംശയിക്കുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംശയമുള്ള 30ഓളം പേരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് CBI വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആശുപത്രി അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരെയാണ് ചോദ്യം ചെയ്യുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡോക്ടർമാർ രാജ്യവ്യാപക സമരത്തിലാണ്. രാവിലെ 6 മുതൽ 24 മണിക്കൂർ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നിർത്തിവെച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഡോക്ടർമാർ OP വിഭാഗം ബഹിഷ്കരിച്ചു. എന്നാൽ അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയകളും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു.
റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള വിവിധ മെഡിക്കൽ അസോസിയേഷനുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും IMAയ്ക്ക് പിന്തുണയുണ്ട്. സംസ്ഥാനത്തെ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് IMA ആവശ്യപ്പെട്ടു. അക്രമത്തിൽ പരിക്കേറ്റ ഡോക്ടർമാർക്ക് നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായി IMA സെക്രട്ടറി ജനറൽ ഡോക്ടർ RV അശോകൻ പറഞ്ഞു. ബംഗാൾ സർക്കാരിനു പുറമെ കേന്ദ്ര സർക്കാരിനെതിരെയും സമരം കടുപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. നിർഭയ കേസിന് ശേഷം വന്ന നിയമങ്ങൾ ദുർബലമാകുന്നെന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. സമീപകാലത്തായി രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ പതിവാകുന്ന സാഹചര്യവും ഡോക്ടർമാരെ തെരുവിലിറക്കി. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ഇനി കേരളത്തിൽ. കൊല്ലത്ത് ആരംഭിക്കുന്ന ഡിജിറ്റൽ കോടതി കൊച്ചിയിൽ സുപ്രീം കോടതി ജഡ്ജി BR ഗവായി ഉദ്ഘാടനം ചെയ്തു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്നതാണ് കൊല്ലത്തെ ഡിജിറ്റൽ കോടതി. മോഡൽ ഡിജിറ്റൽ കോർട്ട് റൂം, ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് ലീഗൽ റിസർച്ച് സെന്റർ, ജുഡീഷ്യൽ അക്കാദമിയിലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനവും ജസ്റ്റിസ് ഗവായി നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുവാൻ എറണാകുളത്ത് ആരംഭിച്ച പ്രത്യേക കോടതി, നിക്ഷേപ തട്ടിപ്പുകളിൽ അകപ്പെടുന്നവരെ സംരക്ഷിക്കുവാനുള്ള ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുവാൻ ആലപ്പുഴയിൽ ആരംഭിച്ച കോടതി എന്നിവ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ രാജ്യത്ത് ധാരാളം കെട്ടിക്കിടക്കുന്നുണ്ടെന്നും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇത്തരം കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സഹായിക്കുമെന്നും ജസ്റ്റിസ് ഗവായി പറഞ്ഞു. കോവിഡ് സമയത്താണ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഫലപ്രദമായി അനുഭവപ്പെട്ടത്. മൗലിക അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഓക്സിജൻ അടക്കമുള്ള വൈദ്യസഹായങ്ങൾ എത്തിക്കാനും ജുഡീഷ്യറിക്ക് ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ്. നിയമ സംവിധാനം പരാതിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ളവ മനുഷ്യന്റെ ബുദ്ധിക്ക് പകരമാവില്ല. നിയമവശങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വിവരങ്ങൾ ഫീഡ് ചെയ്ത് നൽകിയാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് തീരുമാനമെടുക്കാനാകില്ല. മനുഷ്യബുദ്ധിയുടെ പ്രയോഗം ഇക്കാര്യത്തിൽ നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരകൾക്ക് സമയബന്ധിതമായ നീതി ഉറപ്പാക്കുന്നതിന് പ്രത്യേക കോടതികൾ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വേഗത്തിലുള്ള വിചാരണകൾ എളുപ്പമാക്കുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുവാൻ നിയമത്തിലെ സെക്ഷൻ 14 വ്യവസ്ഥ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിൽ 1200 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വൈകാതെ പൂർണ്ണമായ കണക്കുകൾ സമർപ്പിക്കാനാകുമെന്നും സർക്കാർ അറിയിച്ചു. വയനാട്ടിൽ സംഭവിച്ചതുപോലൊരു ദുരന്തം ഇനിയുണ്ടാകാൻ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും സമാനമായ ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ഒപ്പമുണ്ടാവണമെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ സമൂഹത്തിൽ നിന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. പുനരധിവാസ കാര്യങ്ങൾ പൂർത്തിയാകുന്നതിനൊപ്പം മറ്റു സ്ഥലങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തണം. വയനാട്ടിലെ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ പഠിച്ചും വിലയിരുത്തിയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാകാതിരിക്കാൻ നടപടിയെടുക്കണം. മഴയുടെ സ്വഭാവവും തീവ്രതയും കൃത്യമായി നിരീക്ഷിക്കാനും അവലോകനം ചെയ്യാനും സംവിധാനം വേണം. തുടർച്ചയായി പെയ്യുന്ന മഴ അപകട കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. പുനരധിവാസം, മറ്റ് അപകട മേഖലകൾ, മഴയുടെ തീവ്രത തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആഴ്ചതോറും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. വയനാട് 1200 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അന്തിമമല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 1055 വീടുകൾ ഇവിടെ വാസയോഗ്യമല്ലാതായി. 231 പേർ മരിച്ചിട്ടുണ്ട്. 128 പേരെയാണ് കാണാതായിട്ടുള്ളത്. 178 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തിരിച്ചറിയാത്ത 53 പേരെ സംസ്കരിച്ചു. 202 ശരീരഭാഗങ്ങളാണ് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ പക്കലുള്ളത്. 91 പേരുടെ DNA ശേഖരിച്ചിട്ടുണ്ട്. 7 എണ്ണം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം, ദേശീയപാത അതോറിറ്റി, കേന്ദ്ര ജല കമ്മീഷൻ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നിവരെ കേസിൽ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശിച്ചു. KSRTCക്ക് സംസ്ഥാന സർക്കാർ 91.53 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് ഇതിൽ 71.53 കോടി രൂപ നൽകിയത്. ശേഷിക്കുന്ന 20 കോടി രൂപ KSRTCക്കുള്ള സഹായമായും നൽകി.
പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി KSRTC എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നതെന്ന് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. KSRTCയിൽ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ ഈ മാസം ആദ്യത്തിൽ 30 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 20 കോടി കൂടി നൽകിയത്. ഇതിനുവേണ്ടി മാത്രം പ്രതിമാസം 50 കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ നൽകുന്നുണ്ടെന്നും ധനവകുപ്പ് പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 5868.53 കോടി രൂപയാണ് KSRTCക്ക് നൽകിയതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാകപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് ബന്ധുക്കളും മറ്റു ഗുസ്തി താരങ്ങളും നാട്ടുകാരും ഒരുക്കിയത്. കനത്ത സുരക്ഷയും ദില്ലിയിൽ ഒരുക്കിയിരുന്നു. സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയവർ താരത്തെ സ്വീകരിക്കുവാൻ എത്തിയിരുന്നു. സ്വീകരണത്തിനിടെ വികാരനിർഭരമായി വിനേഷ് എല്ലാവരോടും നന്ദി പറഞ്ഞു. ഇത്തരത്തിലൊരു പിന്തുണ ലഭിച്ചതിൽ ഭാഗ്യവതിയാണെന്നും വിനേഷ് വ്യക്തമാക്കി. രാജ്യം നൽകിയത് സ്വർണ്ണ മെഡലിനേക്കാൾ നൽകിയ ആദരവാണെന്ന് വിനേഷിന്റെ അമ്മ പറഞ്ഞു. നേരത്തെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ചേക്കുമെന്ന പരോക്ഷ സൂചന നൽകി വിനേഷ് ഫോഗട്ടിന്റെ തുറന്ന കത്ത് ചർച്ചയായിരുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ല. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ മത്സരിക്കാനായി പരമാവധി എല്ലാം ചെയ്തു. കോച്ചിനും ഫിസിയോതെറാപ്പിസ്റ്റിനും വിനേഷ് ഫോഗട്ട് നന്ദി പറഞ്ഞു. സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ കഠിനാധ്വാനം തനിക്ക് അറിയാമെന്നും വിനേഷ് പറഞ്ഞു. സപ്പോർട്ടിംഗ് സ്റ്റാഫിനെതിരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആരോപണങ്ങൾക്കിടെയാണ് താരം നിലപാട് വ്യക്തമാക്കിയത്. വനിതകളുടെ അന്തസ്സിനും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കുമായാണ് ഗുസ്തി സമരത്തിൽ പൊരുതിയത്. നീതിക്കായുള്ള പോരാട്ടം ഇനിയും തുടരും. പാരീസിൽ ഇന്ത്യൻ പതാക ഉയർത്തണമെന്ന് ആഗ്രഹിച്ചുവെന്നും വിനേഷ് പങ്കുവച്ച കത്തിൽ പറയുന്നു. പോരാട്ടം ഇനിയും തുടരുമെന്ന സൂചനയാണ് ഫോഗട്ട് നൽകിയത്. ഫോഗട്ടിനെ സ്വർണ്ണ മെഡൽ ജേതാവിനെ പോലെ സ്വീകരിക്കുമെന്ന് അമ്മാവൻ മഹാവീർ ഫോഗട്ട് വ്യക്തമാക്കിയിരുന്നു. കോടതി വിധിയോടെ എല്ലാ മെഡൽ പ്രതീക്ഷകളും ഇല്ലാതായി. വിരമിക്കൽ തീരുമാനത്തിൽ നിന്നും വിനേഷിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമെന്നും അടുത്ത ഒളിമ്പിക്സിനായി തയ്യാറെടുക്കുവാൻ വിനേഷിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും മഹാവീർ ഫോഗട്ട് പറഞ്ഞു. സംഗീത ഫോഗട്ടിനെയും ഋതു ഫോഗട്ടിനെയും അടുത്ത ഒളിമ്പിക്സിനായി തയ്യാറെടുപ്പിക്കുമെന്ന് മഹാവീർ ഫോഗട്ട് വ്യക്തമാക്കി. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിലേക്ക് മുന്നേറിയ വിനേഷിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷനാണ് അയോഗ്യയാക്കിയത്. 100 ഗ്രാം ഭാരക്കൂടുതലുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.